ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്ലാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗായിട്ടാണ്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് പലരും വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ എൻ്റെ ചാനലൊക്കെ നിർത്തിപ്പോയോ എന്നൊക്കെ. പക്ഷേ കുറച്ചധികം ബിസി ആയതുകൊണ്ട് വീഡിയോസൊക്കെ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി. വീഡിയോസൊക്കെ എഡിറ്റിങ്ങൊക്കെ കുറച്ച് പെൻഡിങ്ങിൽ കിടന്നതുകൊണ്ടാണ് ലേറ്റായത്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തിരൂർ ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളിന്ന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ ചെറിയ ബ്രദറിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ കല്യാണമൊക്കെ ഇപ്പോൾ കഴിഞ്ഞ് അതിൻ്റെ തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ലേറ്റായി. അപ്പോൾ ഞാൻ അന്ന് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഷോപ്പിംഗ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും വെഡ്ഡിങ് ഫംഗ്ഷൻ്റെ വീഡിയോസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒക്കെ സാവധാനം ഇങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ സാരിയുടെ സെക്ഷനിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കല്ല കേട്ടോ ഈ സാരി ഞാൻ എടുക്കുന്നത്. ഈ ഒരു സാരി ഉപ്പാടെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തതായിരുന്നു. അപ്പോൾ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ സാരിയുടെ ഭംഗി അറിയാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഡ്രസ്സ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പിന്നെ ഈ സാരി ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ. അപ്പോൾ പിന്നെ ഞാനൊന്ന് ഡ്രസ്സ് ചെയ്ത് നോക്കിയതാണ്. നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് സാരിയാണ്. അത് വീഡിയോയിൽ അത്ര അങ്ങനെ ഒരു ഇത് കാണുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വീട്ടിൽ വരുന്ന ചേച്ചിക്കൊക്കെ സാരിയൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്യുന്ന ഒരു തിരക്കിലാണ്. അപ്പോൾ നമ്മളിതാ സാരികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കല്യാണത്തിന് എനിക്ക് സാരി എടുത്താലോ എന്നൊക്കെ ഒരു ആഗ്രഹമായിട്ടൊക്കെ നല്ല നല്ല സാരികളൊക്കെ കണ്ടപ്പോൾ എനിക്ക് കല്യാണത്തിന് സാരി എടുത്താൽ എന്താ പാടെന്നൊക്കെ ഇങ്ങനെ തോന്നി. പിന്നെ അത് യൂസ് ചെയ്യില്ല എന്നുള്ള ഒരൊറ്റ വിഷയം കൊണ്ടാണ് പിന്നെ ഞാൻ സാരി വന്ന് പോയത്. പിന്നെ റെഡി ടു വെയർ സാരി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കാമെന്ന് കരുതിയിട്ട് നാഫിദ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു സാരിയും കൂടി ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളർ സാരി ഇതാ ഞാൻ ഈ എടുത്തിരിക്കുന്നത്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഉടുത്തിട്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു. അതെനിക്ക് നല്ല ഇഷ്ടമായി. അധികം ഓവർ റേറ്റ് ഒന്നുമില്ല. ഒരു 1000 സംതിങ് ഒക്കെ തന്നെ റേറ്റ് വരുന്നുള്ളൂ. പക്ഷേ എന്താണ് അത് എടുത്തിട്ട് കാര്യമില്ലല്ലോ. വെറുതെ നമ്മൾ അലമാരയിൽ വെക്കാൻ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അത് കഴിഞ്ഞ് ഇതാ ഇവിടെ ചായ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാഫി ചായ കുടിച്ചിട്ട് മതി ഇനി ബാക്കി ഡ്രസ്സൊക്കെ എടുക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ ചായ കുടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, അതാ നല്ല ചൂടുള്ള ചായയൊക്കെ ഉണ്ട്. പിന്നെ ബേക്കറിയൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാഫി മിക്സ്ചറൊക്കെ എടുത്തിട്ട് കഴിക്കുമ്പോൾ ഞാൻ പറയുകയാണ് ഈ ബാഗിലേക്കൊക്കെ ഇടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഓരോന്നും പറഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചുരിദാറിൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് നാഫിയുടെ ഉമ്മാക്കും നമ്മളെ ഉമ്മാക്കൊക്കെ പറ്റിയ ചുരിദാറുണ്ടോ എന്നൊക്കെ നോക്കുമായിരുന്നു. പക്ഷേ നമുക്ക് അവിടുന്ന് ഞങ്ങൾ ആ ഒരു വിചാരിച്ചത് കിട്ടാത്തതുകൊണ്ട് അവിടുന്ന് പോന്നു. പിന്നെ നമ്മൾ വെഡ്ഡിങ് ഡ്രസ്സിൻ്റെ ആ ഒരു സെക്ഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞാനൊരു സാരി കണ്ടപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ലൊരു റെഡ് കളർ സാരി കണ്ടപ്പോൾ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതി. ഏതായാലും വാങ്ങിച്ചില്ലെങ്കിലും അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാനതൊന്ന് ചെയ്ത് നോക്കിയാന്ന്. അധികം ഓവർ റേറ്റ് ഒന്നുമില്ല. ഒരു 4000 അടുത്ത് തന്നെ വരണുള്ളൂ. പക്ഷേ പിന്നെ ഇത് എടുക്കില്ല എന്നുള്ള ഒരു വിഷയമാണ്. പിന്നെ എന്താ പറയുക, അതുകൊണ്ട് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി. നല്ല ഭംഗിയുള്ളൊരു കളറും നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഇത് എടുക്കില്ല എന്നുള്ളൊരു വിഷയം കൊണ്ട് ഞാൻ പിന്നെ അത് അവിടെ തന്നെ വെച്ച് പിന്നെ നമ്മൾ വീണ്ടും ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കല്യാണ പർച്ചേസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ടാസ്ക് തന്നെ കേട്ടോ. അതിന് നല്ല ക്ഷമയുള്ളവരായിട്ട് മാത്രമേ നമുക്കതിന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ കൂടെ ഇപ്പോൾ ഉള്ളത് അജു മാത്രമേ ഉള്ളൂ. അജും ഞാനും നാഫിയും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ എൽഹം ബേബിനൊക്കെ വീട്ടിലാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൽഹം ബേബിക്കും പറ്റിയ ഡ്രസ്സ് ഉണ്ടോയെന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്നൊന്നും കിട്ടിയില്ല. പിന്നെ നിലുവിന് നാഫിയുടെ അനിയത്തിക്ക് നമ്മളൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു റെഡ് കളർ ഡ്രസ്സാണ് നമ്മൾ നിലുവിന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സമയം പോകുന്നതേ അറിയില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് വന്നപ്പോഴേക്കും അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ താഴത്തെ സെക്ഷനിൽ തന്നെ ഈ ഒരു ഫുഡ് വെയർ സെക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ എന്താണ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ചെരുപ്പുകളൊക്കെ ഒന്ന് ഇട്ട് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ എടുക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ നമ്മൾ ചെരുപ്പ് അവിടുന്ന് വല്ലാണ്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മൾ അവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ രാത്രി ആയതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാൻ പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ വൈകിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 8:30 ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഇനി എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതിയിട്ട് തിരൂർ റിംഗ് റോഡിലുള്ള ഒരു ഷവർമയുടെ ഷോപ്പുണ്ട്. മുന്നേ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ആ ഷോപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് കരുതിയിട്ട് നമ്മളിത് അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചാർക്കോൾ ഷവർമ ഉണ്ടോ, അൽഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാണ്. അൽഷ ചാർക്കോൾ ഷവർമ അങ്ങനെ എന്തോന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അവിടെ നല്ല മീൻലയും കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചീസി ആയിട്ടുള്ള ഷവർമയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സീ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.